കാറ്റത്തെ കിളിക്കുള്ളിൽ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും അമ്പലത്തിൽ ഇരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ അമ്മായിയാണെങ്കിൽ നമ്മളെ ഭാസ്കരനെ കുറേ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അമ്മായി എന്തെങ്കിലും സ്വത്ത് തർക്കത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ചുമ്മാ അച്ഛനെക്കുറിച്ച് ഓരോന്നൊക്കെ പറയണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അമ്മായി പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നാട്ടുകാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നത്, അപ്പോൾ പിന്നെ അവരെ വായും കൂടെ നീ അടപ്പിക്കുക, അവർക്കുള്ള മറുപടി നീ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നീതുവിനെ ആണെങ്കിൽ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ നീതുവിനെ കല്യാണം കഴിപ്പിക്കാനൊക്കെ വേണ്ടി എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ അമ്പലത്തിലോട്ടൊക്കെ വരുന്നുണ്ട് കൊണ്ട്. അപ്പോൾ നമ്മളെ നീതുവിന് ചേട്ടനാണെങ്കിൽ അളിയാന്നൊക്കെ പറഞ്ഞ് നേരെ അമ്പലത്തിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. ആ ഒരു പയ്യൻ്റെ അടുത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, അവൻ എന്നെ മുഖത്ത് നോക്കി അവൻ എന്നെ വെല്ലുവിളിക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നീതുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, നിനക്ക് നമ്മൾ നീതുവിനൊരു പയ്യൻ റെഡി ആയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് ശ്രീധനായിട്ടൊരു ബൈക്കൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഓട്ടോ വിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എനിക്ക് ബൈക്ക് എന്ത് വേണമെങ്കിലും മേടിച്ച് കൊടുത്തോളാം, ഈ കല്യാണം നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവിടെ സാരി ഇരിപ്പുണ്ട്, സാരി എടുത്ത് കൊടുത്തിട്ട് വരാനൊക്കെ പറയുന്ന സമയത്ത് നീതു ചോദിക്കും, ഞാൻ എന്തിനാ സാരി കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ നീതുവിൻ്റെ അമ്മ പറയുന്ന ഒരു വഴിപാടുണ്ട്, അപ്പോൾ അവിടെ എല്ലാവരും സാരി കൊടുക്കുന്നത്, നീ പറയുന്നത് കയറി സാരി എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞ് നമ്മൾ നീതുവിൻ്റെ അടുത്ത് സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് നമ്മൾ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ നീതുവിനെയും കൊണ്ട് അമ്പലത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നീതു വിശ്വസിച്ചിട്ട് പോകുന്നുണ്ട്. പോയി ഒരു സമയത്ത് ആ പയ്യനെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ കഴുത്ത് താലിയൊക്കെ കെട്ടാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നീതു പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് നമ്മൾ നീതു അവിടെ ബോധം കെട്ടൊക്കെ അങ്ങ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ സുഭാഷ് ചേട്ടനായും നമ്മളെ ചാന്ദിനിയാണെങ്കിൽ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ അവിടെ വെള്ളം കിടപ്പുണ്ട്. പിന്നെ വെള്ളത്തിലാണെങ്കിൽ ഇങ്ങനെ വഴുതി നമ്മൾ ചാന്ദിനി വന്ന് വീഴുകയും നമ്മൾ ആ എൻട്രി ആയിട്ട് നമ്മളെ സുഭാഷ് ചേട്ടൻ വന്ന് ചാന്ദിനിയെ പിടിക്കുന്നതും ആ ഒരു രംഗം കണ്ടിട്ട് നമ്മൾ പിന്നെ സുനന്ദയ്ക്കാണെങ്കിൽ ആ ഒരു അസൂയയാണോ എന്താണെന്നറിയത്തില്ല, സുനന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതും പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ കണ്ണുകൾ തമ്മിൽ പരസ്പരം നോക്കുന്നതും ഈ ഒരു വല്ലാത്തൊരു ഭ്രമമാണ് കേട്ടോ. ഒരു അടിപൊളി ഭ്രമമായിരുന്നു ഇന്നത്തെ നമ്മളെ കാറ്റത്തെ കിളിക്കൂടിൽ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ പോയി മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുനന്ദയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വെള്ളം കിടക്കുന്ന കണ്ടിട്ട് ആരും വന്ന് വീഴണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുനന്ദയാണെങ്കിൽ പിന്നെ ശരി, എന്തായാലും നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം എന്തായാലും നടക്കണമല്ലോ, അപ്പം ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പറഞ്ഞ് നമ്മളെ സുനന്ദയുടെ മനസ്സിൽ അങ്ങനെ ഒരു സമാധാനവും നമ്മളെ സുനന്ദയുടെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മളെ ചാന്ദിനിയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ ഇങ്ങനെ പോയിട്ട് ആ കതവിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മളെ സുഭാഷ് ചേട്ടനെ അവർ നോക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ സുഭാഷ് ചേട്ടനും ചാന്ദിനിയെ ഇങ്ങനെ നോക്കുന്ന ഒരു അടിപൊളി രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം, ബെല്ലൈക്കൻ നമ്മൾ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ.